ഹായ്, നമസ്കാരം. ഞാൻ ശാന്തി. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കാലമായി. പക്ഷേ യൂട്യൂബ് ചാനൽ ഞാനല്ല, എൻ്റെ മക്കള് 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ പറയാറുണ്ട്, അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കണത് അത്ര നല്ലതല്ല, അമ്മ എന്തെങ്കിലുമൊക്കെ ഇത് പ്രൊഡക്റ്റീവ് ആവണം, ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അവർക്കൊരു ചാനലുണ്ട്, അവരതിൽ ഡാൻസ്, പിന്നെ പാട്ട്, പിന്നെ അങ്ങനത്തെ ട്രാവലോഗ് എല്ലാം ഉണ്ട്, വ്ളോഗ് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഓക്വേർഡ് ഫീൽ തോന്നാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പിന്നിലേക്ക് വലിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഓർത്തു, ഇനിയിപ്പോൾ ഞാനൊരു 3-4 വർഷമായിട്ട് ഭയങ്കര തിരക്കുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ രാത്രിന്നില്ല പകലെന്നില്ല, ഫുള്ള് തിരക്കിലൂടെ ഓരോരോ തിരക്കുകളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തിരക്കുകളൊക്കെ ഒന്ന് കുറവാണ്. പിന്നെ അതിൻ്റെ റീസണൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാനും അല്ലാത്തതിന് സമയമുണ്ട്. അപ്പോൾ തനിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മെൻ്റലി കുറച്ച് ഡൗൺ ആവും. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ തന്നെ വല്ല കുക്കിങ്, പിന്നെ എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ലതും കാണുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ഒരു 4 വരി പാട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചെറുതായിട്ട്, ഒരു ട്രെയിൻഡ് സിംഗറൊന്നും അല്ലെങ്കിലും അങ്ങനെ ചെറുതായിട്ടൊക്കെ പാടാറുണ്ട്. ബാക്കിൽ ബാൽക്കണിയിൽ കുട്ടികൾ കുറേ അവരുടെ വെക്കേഷൻ തുടങ്ങി, അപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ കുഴപ്പമില്ല, അതിനി ഉണ്ടാവും കുറച്ച് കാലത്തേക്ക്. ഇനി 2 മാസം ഞാനിവിടെ UAE-ലാണ്. അപ്പോൾ ഈ 2 മാസം അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ എന്തായാലും പിള്ളേർ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഫുട്ബോൾ കളിയും ഒക്കെ ആയിട്ട് പുറത്തൊന്നും കളിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇവിടെ ഈ കോറിഡോറിലാണ് കംപ്ലീറ്റ് കളിയും അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല, അതിങ്ങനെ യൂസ്ഡാണ് നമ്മളെപ്പോഴും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെയൊക്കെ തുടങ്ങാം. അപ്പോൾ പാട്ട് 4 വരി പാടാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സംസാരിച്ച് ഞാനൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം പിന്നെ സംസാരം ഞാൻ നിർത്തില്ല, അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അവരോട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചാൽ എൻ്റെ വോയിസിന് കുറച്ച് നൂഡിൽസൊക്കെ വന്ന്, പിന്നെ 3-4 ദിവസം റെസ്റ്റ് എടുത്താൽ, വോയിസ് റെസ്റ്റ് കൊടുത്താലേ പിന്നെ സംസാരിക്കാനൊക്കെ ആവുള്ളൂ. അപ്പം അത്യാവശ്യം വോയിസ് നല്ല ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും 4 വരി പാടാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പാടാമെന്ന് വിചാരിക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ പാടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ജസ്റ്റ് ഒരു 4 വരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സുജാത മോഹൻ പാടിയിട്ടുള്ള മറ്റേ പ്രണയവർണ്ണങ്ങളിൽ വരമഞ്ഞളാടിയ 4 വരി നോക്കാം കേട്ടോ. കിളി വന്നു കൊഞ്ചിയ ചാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിലവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ തളിമലരാക്കി, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ലിറിക്സ് തെറ്റിപ്പോയി, പക്ഷേ ഇത് ആദ്യത്തെ ട്രൈ ആണല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. ഇനി നമുക്ക് കുറച്ചും കൂടെ നോക്കിയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ ഒന്നുകൂടി ആക്കാൻ, കുറച്ച് തെറ്റുകളൊക്കെ പറ്റി ക്ഷമിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.